എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പയ്യൻ, അവൻ ഏകദേശം ഒരു 30 വയസ്സുണ്ടായി. അപ്പോൾ എൻ്റെ വാപ്പ ഉമ്മനെ തൊലാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചൊരു മെസ്സേജ്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ട മെസ്സേജുകളിൽ പെട്ടതാണ് ആ മെസ്സേജ്. അപ്പോൾ എന്താ വെച്ചാൽ അയാളോട് ഇവൻ പറയണം, എങ്ങനെയെങ്കിലും ഉമ്മനെ ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം എന്നൊക്കെ വാപ്പനെ ഉപദേശിക്കണം. അപ്പോൾ വാപ്പ അവനോട് പറയാണ്, മോനെ, ഞാനും എൻ്റെ ഉമ്മയും ഈ 30 കൊല്ലം ജീവിച്ചത് എൻ്റെ അടുത്തൊരു മരക്കഷ്ണം കിടക്കുന്ന പോലെ മാത്രമേ അവൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അയാൾ പറഞ്ഞ വാക്കാണ്, ഒരു മരക്കഷ്ണം കിടക്കുന്ന പോലെ മാത്രമാണ് അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. മനസ്സുകൊണ്ട് എനിക്ക് അവളോടൊരു ബന്ധമില്ല, ഒരു പെണ്ണായി അവൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതിനയാൾക്ക് കാരണം പറയാനുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ 30 കൊല്ലം മുമ്പ് ഒരവിഹിതത്തിൽ അവളെ അയാൾ കണ്ടു. ആ അവിഹിതം കണ്ട രാത്രിയിൽ അയാളുടെ മനസ്സിൽ അവൾ മരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, അന്ന് നിങ്ങൾക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റൂല്ലെങ്കിൽ അന്ന് ഒഴിവാക്കിയാൽ മതി, അവൾ വേറെ പോയി ജീവിച്ചോളൂ. ഉൾക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കൊരു ജീവിതം നൽകാതെ നിങ്ങൾ വെറുതെ ആക്കി. സുഹൃത്തുക്കൾ, അങ്ങനെ വെറുതെ ജീവിക്കുന്ന കുറേ സഹോദരിമാരുണ്ട്, വെറുതെ ജീവിക്കുന്ന കുറേ പുരുഷന്മാരുണ്ട്. തൽക്കാലം അവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണെന്ന് പറയാ, എന്നിട്ട് സുഹൃത്തുക്കളെ ഒരവകാശവും കൊടുക്കാതെ, ഒരു ബന്ധവുമില്ലാതെ വെറുതെ കെട്ടിയിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നത്, അതൊക്കെ ഒരു ആയുസ്സിനെ നഷ്ടപ്പെടുത്തലല്ലേ സുഹൃത്തുക്കളെ? നല്ലൊരു ജീവിതം ഒരു മനുഷ്യന് കിട്ടിയതിനെ തടസ്സപ്പെടുത്തിയിടുക, പോകാൻ അനുവദിക്കുന്നുമില്ല, ഒരു ജീവിതം നൽകുന്നുമില്ല. അങ്ങനെ എത്രയോ ആളുകൾ ദാമ്പത്യത്തിൻ്റെ യാതൊരു അനുഭവങ്ങളുമില്ലാതെ പാഴായിപ്പോയ ജന്മങ്ങളും ജീവിതങ്ങളുമുണ്ട്. നീതിയാണ് സുഹൃത്തുക്കൾ, ഒരാൾക്ക് നൽകേണ്ടത് നമ്മൾ കൊടുക്കണം എന്നുള്ളത് നീതിയാണ്. ആ നീതി നമ്മൾ നിർവഹിച്ചിരിക്കണം. നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനെ നോക്കാൻ പാടില്ലല്ലോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനെ തൊടാൻ പാടില്ലല്ലോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒന്ന് ഔട്ടിങ് പോകാൻ വേറൊരു പുരുഷനെ കൂട്ടിന് കൂട്ടാൻ പറ്റില്ലല്ലോ. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി അവൾക്ക് നിഷിദ്ധമാക്കുമ്പോൾ നിങ്ങളത് നിർവഹിച്ചില്ലെങ്കിൽ എത്ര ക്രൂരതയാണത്. നിങ്ങളുടെ ഭാര്യയോടും നമ്മളതാണ് പറയുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളല്ലാതെ മറ്റൊരാളില്ലാത്ത പോലെ നിങ്ങൾക്ക് അവളല്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം അവൾ തരുക എന്നുള്ളത് അവളുടെ ബാധ്യതയാണ്. അത് നിർവഹിക്കുക എന്നുള്ളത് അവളുടെ ഇസ്ലാമിക കടമയാണെന്നാണ്. അതുകൊണ്ട്